ഇർഷാദ് സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ നേതാവ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ഇർഷാദ്, ഈ പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞോ? അവിടെ ജോലി ചെയ്യാൻ കഴിയുന്നുണ്ടോ ആളുകൾക്ക്? ഇല്ല, ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അരമണിക്കൂറായി ഈ സംഭവം നടന്നിട്ട്. ഈ പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞ പാമ്പ് ഈ അവിടെയുള്ള അലമാരയുടെ ഇടയിലേക്കൊക്കെ ചാടി എന്നാണ് അവിടെയുള്ള ജീവനക്കാർ അറിയിക്കുന്നത്. വളരെ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു സാഹചര്യമായിരിക്കും അല്ലേ? വിഷമുള്ള പാമ്പാണോ? ഒന്നും അറിയാത്ത ഒരു സാഹചര്യമാണല്ലോ. ഇല്ല, വളരെ വളരെ ആശങ്കയുള്ള ഒരു സമയമാണ്. യഥാർത്ഥത്തില് ഈ ഒരു 2 മാസം മുമ്പ് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ചുവരിന്റെ മോൾ ഭാഗം ഇടിഞ്ഞ് ഒരു അഡീഷണൽ സെക്രട്ടറിക്ക് പരിക്കേറ്റ സംഭവം. ആ ഓഫീസിലേക്ക് കയറിപ്പോകുന്ന വഴിയാണിത്. അതിന്റെ തൊട്ട് താഴത്തെ ഓഫീസാണിത്. അതായത് സംരക്ഷിത കെട്ടിടമാണ്, പൈതൃക കെട്ടിടമാണ്, നമ്മുടെ പഴയ നിയമസഭാ മന്ദിരമാണ്. പഴയ സ്പീക്കർ ഇരുന്ന ഓഫീസിന്റെ അടുത്തുള്ള ഭാഗത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. വലിയ സുരക്ഷ നമുക്ക് യാതൊരു രക്ഷയുമില്ലാതെ ഇവിടെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. രക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാണ് ജീവനക്കാരനെ ഇപ്പൊ നയിക്കുന്നത്. എങ്ങനെയാണ് പോലെ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മന്ത്രിമാരുടെ സുരക്ഷയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ഹൗസ് കീപ്പിങ്ങിനടക്കം നിരവധി ജീവനക്കാരുള്ള, ഗാർഡനിങ്ങിന് പോലും ജീവനക്കാരുള്ള, അങ്ങനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ സംവിധാനങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ പാമ്പിനെയൊക്കെ കാണുന്നത് എങ്ങനെയാണ്? ഇല്ല, അസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷാ സൗകര്യങ്ങൾ ഈ സെക്രട്ടേറിയറ്റിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ജീവനക്കാരുണ്ട്, ഡെയിലി വേജിൽ തന്നെ ഏകദേശം 150ഓളം ജീവനക്കാരുണ്ട്. ഓതറൈസ്ഡ് സ്ട്രെങ്തിൽ തന്നെ ഏകദേശം 150ഓളം ജീവനക്കാരുണ്ട്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹൗസ് കീപ്പിങ്ങിന്റെ കീഴിൽ ഒരുപാട് ജീവനക്കാരുണ്ട്. പക്ഷേ ജീവനക്കാരന്റെ രക്ഷയ്ക്ക് ഇതൊന്നും ഉതകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതൊന്നും നേരത്തെ ക്ലോസറ്റ് പൊട്ടി അത് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, 2 മാസമേ ആയിട്ടുള്ളൂ. ഈ പറഞ്ഞ ഇതിന് തൊട്ട് മുകളിൽ ഇതേ കെട്ടിടത്തിൽ തന്നെയാണ് ഈ സീലിംഗ് ഇടിഞ്ഞു വീണ് അഡീഷണൽ സെക്രട്ടറി, സഹകരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിക്ക് പരിക്കേറ്റത്. അതിന്റെ തൊട്ട് താഴെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ അടുത്ത് ഒരു സർക്കാർ ഓഫീസിൽ, വാമനപുരത്താണ് എന്നതാണ് ഓർമ്മ, അവിടെ സർക്കാർ ഓഫീസിൽ, വില്ലേജ് ഓഫീസാണെന്ന് തോന്നുന്നു, സീലിംഗ് അടർന്ന് വീണ് വലിയ അപകടകരമായ അവസ്ഥയിലാണ് അവിടെ ഓഫീസിലെ ആളുകൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അത് ഒരു പ്രാദേശികമായ സ്ഥലത്താണ്, വേണ്ടത്ര ശ്രദ്ധ ചിലപ്പോൾ പ്രധാനപ്പെട്ട ആളുകൾക്ക് അവിടെ എത്താതെ പോയി എന്നൊക്കെ നമുക്ക് ന്യായമായി വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഭരണസിരാ കേന്ദ്രമല്ലേ, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ പാമ്പ് അടക്കമുള്ള ജീവികൾ ഉണ്ടാകുന്നു, അതൊക്കെ പ്രധാനമായും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും കടുത്ത അനാസ്ഥയാണ് ഈ ഒരു ഭരണസിരാ കേന്ദ്രത്തിൽ. ഇത്തരത്തിൽ പാമ്പിനെ കാണുന്നു, പാമ്പിനെ പിടിക്കാൻ കഴിയുന്നില്ല, പാമ്പിനെ ഭയന്ന് ജീവനക്കാർക്ക് അവിടെ ഈ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥ എന്നത് ഒട്ടും ആശ്വാസമായിട്ടുള്ള ഒരു നടപടിയായിട്ട് കരുതാനാകില്ല. ശ്രീ ഇർഷാദ്, ഇപ്പോ വനം വകുപ്പ് അവിടെ എത്തിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? എങ്ങനെയാണ്? ഇല്ല, അവരെ അറിയിച്ചു എന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത്. ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് ഹൗസ് കീപ്പിംഗ്, സെക്രട്ടേറിയറ്റ് ഹൗസ് കീപ്പിംഗിൽ നിന്നുള്ളൊരു സംഘം ജീവനക്കാരെത്തിയാണ് അവിടെ ഇത് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദർബാർ ഹാൾ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ആളുകൾക്കെല്ലാം മനസ്സിലാവും, അവിടെ വന്നിട്ടില്ലാത്ത ആളുകൾക്ക് പോലും, പ്രേക്ഷകർക്ക് പോലും മനസ്സിലാവും. കാരണം സിനിമകളിലൊക്കെ ഈ മന്ത്രിമാരുടെ, മുഖ്യമന്ത്രി കാർ വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവില്ലേ. സെക്രട്ടറിയുടെ ഒത്ത നടുഭാഗത്തുള്ള ഹോളാണ്, അതിന് മുകളിലാണോ, ആ ഭാഗത്താണോ ഇത്? അല്ല, അതിന് 40 മീറ്റർ, കേവലം 40 മീറ്റർ മാത്രം, ദർബാർ ഹാളിന്റെ പുറകു സൈഡിൽ നിന്നും വെറും 40 മീറ്റർ മാത്രം. അതായത് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലൊക്കെ പ്രവർത്തിക്കുന്നതിനൊക്കെ അടുത്തായിട്ട് വരും. അതിനൊക്കെ അടുത്തായിട്ട് പഴയ പരാതി പരിഹാര സെല്ലൊക്കെ പ്രവർത്തിക്കുന്ന പഴയ നിയമസഭാ ഹാള്, നിയമസഭാ മന്ദിരം, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നിയമസഭാ മന്ദിരം, ആ മന്ദിരത്തിനകത്താണിത്. അത്യന്തം ഖേദകരമായ പഴയ നിയമസഭാ സ്പീക്കർ ജോലി ചെയ്തിരുന്ന സ്ഥലം, നിയമസഭാ സ്പീക്കറുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, നിയമസഭാ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം. സെക്രട്ടേറിയറ്റിനുള്ളിൽ ഭരണസിരാ കേന്ദ്രത്തിൽ പാമ്പ് കയറി.